വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 492 മരണം, 1000-ലേറെ പേർക്ക് പരിക്ക്. തെക്കൻ ലെബനിൽ നിന്ന് കൂട്ടപലായനം. ആക്രമിച്ചത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെന്ന് ഇസ്രായേൽ. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 4ാം ദിവസം. തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമെങ്കിൽ മാത്രം. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്. അർജുന്റെ ലോറിക്ക് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടില്ലെന്ന് വിലയിരുത്തൽ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിലെ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് സർക്കാർ സ്വീകരിക്കുമോ എന്നതിൽ ആകാംക്ഷ. പോലീസ് മേധാവിയുടെ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പരിശോധിക്കും. ബലാത്സംഗ കേസിൽ നടന്ന സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. പരാതി അടിസ്ഥാനരഹിതമെന്ന് സിദ്ദിഖ് ഹൈക്കോടതിയിൽ. അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടൻ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതിൽ തീരുമാനം ഉടൻ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുക്കും. മക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിക്കും. UN സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗത്വത്തിന് ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് US. ജപ്പാനും ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും അംഗത്വം നൽകണമെന്ന ആവശ്യം. ചർച്ചകൾ ഉടനെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ISLൽ മോഹൻ ബഗാന് ആദ്യ ജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് 2-3 ഗോളിന്. ബഗാന്റെ ജയം കളിയുടെ അവസാന മിനിറ്റിൽ.